ഹലോ ഫ്രണ്ട്സ്, തെഞ്ചൂസ് കോൺഫറൻസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏറ്റവും ലളിതമായ രീതിയിൽ PSC പരീക്ഷകൾക്ക് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, ഗ്രാമർ എന്നിവയിൽ മുഴുവൻ മാർക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഹാവിങ് എന്ന ഒരു ഗ്രാമറിനെ കുറിച്ച് പഠിക്കാം. അത്രയധികം കോമൺ അല്ലാത്ത ഒരു ഗ്രാമറും പ്രയോഗവുമാണ് ഹാവിങ് എന്നുള്ളത്. ഹാവിങ്ങിനെ പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ എന്നാണ് വിളിക്കുന്നത്. അതായത് ഹാസ്, ഹാവ്, ഹാഡ് ഈ മൂന്ന് വാക്കുകൾക്ക് ശേഷവും വെർബിൻ്റെ തേർഡ് ഫോം ആണ് ഉപയോഗിക്കുന്നത്. വെർബിൻ്റെ തേർഡ് ഫോം എന്നാൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിട്ടുള്ള ഫോർ എക്സാമ്പിൾ ഗോ, വെന്റ്, ഗോൺ, ആ മൂന്നാമത്തെ രൂപമാണ് ഗോൺ. ഹാസ്, ഹാവ്, ഹാഡ് എന്നിവയോടൊപ്പം V1 V2 ഉപയോഗിക്കില്ല. അതായത് ഗോയോ വെന്റോ ഉപയോഗിക്കില്ല. ഗോൺ എന്ന തേർഡ് ഫോം മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. എപ്പോഴും ഓർത്ത് വെക്കുക, ഈ മൂന്ന് വാക്കുകൾക്ക് ശേഷം വെർബിൻ്റെ തേർഡ് ഫോം മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. ഈ മൂന്ന് വാക്കുകൾക്ക് ശേഷം ഹാസ്, ഹാവ്, ഹാഡ് എന്ന മൂന്ന് ഓക്സിലറി വെർബുകൾക്ക് പകരം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഹാവിങ്. അപ്പോൾ ഹാസ്, ഹാവ്, ഹാഡിന് പകരമാണ് ഹാവിങ് ഉപയോഗിക്കുന്നതെങ്കിൽ ഹാസ്, ഹാവ്, ഹാഡിന് ശേഷം ഉപയോഗിക്കുന്ന വെർബിൻ്റെ തേർഡ് ഫോം, അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം, അതായത് V3 ഫോം തന്നെയാണ് ഹാവിങ്ങിന് ശേഷവും ഉപയോഗിക്കേണ്ടത്. ഈ ചോദ്യം ഭൂരിഭാഗം സമയങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളത് ഹാവിങ് വെച്ചുകൊണ്ട് 4 സെന്റൻസ് തരികയും അതിൽ എറർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പറയുകയുമാണ് മിക്ക സമയത്ത് കണ്ടിട്ടുള്ളത്. ഇനി ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഹാവിങ് എന്ന വാക്ക് വരുമ്പോൾ ആ സെന്റൻസ് ഹാവിങ് എന്നത് ചേർത്ത് എഴുതേണ്ടി വരുമ്പോൾ ഈ സെന്റൻസിൽ സബ്ജക്റ്റ് ഒരേതാണോ രണ്ട് വ്യത്യസ്ത സബ്ജക്റ്റുകളാണോ എന്നുള്ളത് ശ്രദ്ധിക്കണം. രണ്ട് സെന്റൻസിലെയും സബ്ജക്റ്റുകൾ സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഇവിടെയും ഷീയാണ്, ഇവിടെയും ഷീയാണ്. അപ്പോൾ രണ്ടിൻ്റെയും സബ്ജക്റ്റുകൾ സെയിം ആയതിനാൽ സബ്ജക്റ്റ് നമ്മൾ ഒഴിവാക്കി. ആദ്യ സെന്റൻസിലെ സബ്ജക്റ്റ് ഒഴിവാക്കി. ഹാസ്, ഹാവ്, ഹാഡിന് പകരമാണ് നമ്മൾ ഹാവിങ് ഉപയോഗിക്കുന്നത്, അതിനാൽ ഹാഡ് ഒഴിവാക്കി. അതിന് പകരം ഹാവിങ് ചേർത്തു. വെർബിൻ്റെ തേർഡ് ഫോം തന്നെയാണ് ഹാവിങ്ങിന് ശേഷവും വരേണ്ടത് തേർഡ് ഫോമാണ്. അപ്പോൾ ഹാവിങ് സ്റ്റഡീഡ് ആൾ ചാപ്റ്റേഴ്സ് അതിവിടെ എഴുതണം. സോ ഷീ വെന്റ് ടു ദ പാർട്ടി എന്നുള്ളതിൽ ഹാവിങ് ചേർന്ന് വരുന്ന സെന്റൻസുകളിൽ സോ ഉണ്ടെങ്കിൽ ഒഴിവാക്കണം, ദെൻ ഒഴിവാക്കണം, ഹെൻസ് ഒഴിവാക്കണം. അതിനാൽ ഈ സോ ഒഴിവാക്കുക. ഹാവിങ് സ്റ്റഡീഡ് ആൾ ചാപ്റ്റേഴ്സ് ഷീ വെന്റ് ടു ദ പാർട്ടി. അപ്പോൾ നമ്മളിവിടെ ആൻസർ പൂർണ്ണമായി എഴുതിയിട്ടുണ്ട്. നോക്കൂ, ഹാവിങ് ഷീ എന്നുള്ള വാക്ക് ഒഴിവാക്കി, ഹാഡ് ഒഴിവാക്കി. ഷീ ഒഴിവാക്കാൻ കാരണം സെയിം സബ്ജക്റ്റ് ആണ്. ഹാഡ് ഒഴിവാക്കാൻ കാരണം അതിന് പകരമാണ് നമ്മൾ ഹാവിങ് ഉപയോഗിക്കുന്നത്. സ്റ്റഡീഡ് എന്നുള്ള വെർബിൻ്റെ തേർഡ് ഫോം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ആൾ ചാപ്റ്റേഴ്സ് അതുപോലെ എഴുതി, കോമ ഇട്ടു. സോ, ദെൻ, ഹെൻസ് എന്നിവ ഉണ്ടെങ്കിൽ ഒഴിവാക്കണം, അത് ഒഴിവാക്കി. ബാക്കി പോർഷൻ അതുപോലെ എഴുതി. ഇവിടെ സ്റ്റഡീഡിൻ്റെ സെക്കൻഡ് ഫോമും തേർഡ് ഫോമും സ്റ്റഡീഡ് തന്നെയാണ്. അപ്പോൾ ഈ സ്റ്റഡീഡ് ചിലപ്പോൾ അണ്ടർലൈൻ ചെയ്യുന്നുണ്ട് ഇത് വെർബിൻ്റെ എത്രാമത് ഫോമാണ് എന്ന് ചോദിക്കാനൊരു സാധ്യതയുണ്ട്. അതിനാൽ ഈ സ്റ്റഡീഡ് വെർബിൻ്റെ തേർഡ് ഫോം ആണെന്ന് തന്നെ നമ്മൾ കരുതണം. എന്താണെന്ന് വെച്ചാൽ ഹാവിങ് എന്ന വാക്കിന് ശേഷം വെർബിൻ്റെ തേർഡ് ഫോമാണ് യൂസ് ചെയ്യുക. ഇവിടെ ഇപ്പോൾ ഈ സെന്റൻസിൽ സ്റ്റഡീഡ് സെക്കൻഡ് ഫോമും സ്റ്റഡീഡാണ്, തേർഡ് ഫോമും സ്റ്റഡീഡാണ് എന്നുള്ളത് കൊണ്ട് പ്രശ്നം വരുന്നില്ല. പക്ഷേ ഇറഗുലർ വെർബ്സ്, ഇപ്പോൾ ഗോ, വെന്റ്, ഗോൺ, ഈറ്റ്, ഐറ്റ്, ഈറ്റൻ, ഫൊർഗെറ്റ്, ഫൊർഗോട്ട്, ഫൊർഗോട്ടൻ ഇങ്ങനെയുള്ള പദം വരുമ്പോൾ തേർഡ് ഫോം എന്താണെന്ന് വ്യക്തമായി നമ്മൾക്ക് മനസ്സിലായിരിക്കണം. തേർഡ് ഫോം കാണാതെ പഠിക്കാൻ മാത്രമേ നിർവാഹമുള്ളൂ. കുറച്ച് തേർഡ് ഫോം വെർബിൻ്റെ ഇറഗുലർ വെർബ്സ് എങ്കിലും നമ്മൾ തീർച്ചയായും പഠിച്ചിരിക്കണം. അതിനെക്കുറിച്ച് മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ വിശദമായിട്ട് കൊടുക്കുന്നുണ്ട്. ഹാവിങ് എന്ന വാക്കിന് ശേഷം വെർബിൻ്റെ തേർഡ് ഫോം യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഹാവിങ് എന്ന വാക്കിൽ സോ, ദെൻ, ഹെൻസ് എന്നീ വാക്കുകൾ ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. എന്തിനാണത് വീണ്ടും പറയുന്നത് എന്ന് കരുതിയാൽ
മിക്കവാറും ഈ ചോദ്യങ്ങൾ കണ്ടിട്ടുള്ളത് എറർ കറക്ഷനിൽ അല്ലെങ്കിൽ എറർ ഐഡന്റിഫിക്കേഷനിലാണ്. അപ്പോൾ ഈ സോ ദെൻ ഹെൻസ് എന്നിവ അവിടെ ഒഴിവാക്കണമെന്നുള്ളതും ഹാവിങ്ങിന് ശേഷമുള്ള വെർബിന്റെ തേർഡ് ഫോം വരുന്നതുമെല്ലാം നല്ലവണ്ണം ശ്രദ്ധിക്കണം എന്ന് മാത്രം. ഇനി ഇപ്പോൾ നമ്മൾ സെയിം സബ്ജക്റ്റ് വരുന്ന ഒരു ചോദ്യം ഡിസ്കസ് ചെയ്തു. ഇനി വ്യത്യസ്ത സബ്ജക്റ്റ് വരികയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഈ ഹാവിങ് അതിൽ ഉപയോഗിക്കുക അല്ലെങ്കിൽ റീറൈറ്റ് ചെയ്ത് എഴുതുക എന്നുള്ളത് പഠിക്കാം. എന്നതിന് ശേഷം നിങ്ങൾക്ക് ചോദ്യങ്ങൾ തരുന്നതാണ്. ഇനി രണ്ട് വ്യത്യസ്ത സബ്ജക്റ്റുകൾ വരികയാണെങ്കിൽ ഹാവിങ് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. ഇവിടുത്തെ സബ്ജക്റ്റ് ദ ഡോഗ് എന്നാണ്. അടുത്ത സെന്റൻസിലെ സബ്ജക്റ്റ് ഇവിടെ കോമയല്ല, ഫുൾ സ്റ്റോപ്പാണ്. അടുത്ത സെന്റൻസിലെ സബ്ജക്റ്റ് വി എന്നാണ്. അപ്പോൾ കഴിഞ്ഞ ചോദ്യത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ രണ്ടിലും ഷീ ആയിരുന്നില്ല, സെയിം സബ്ജക്റ്റ് അല്ല, ഇവിടെ വ്യത്യസ്ത സബ്ജക്റ്റുകളാണ്. ഇങ്ങനെ വ്യത്യസ്ത സബ്ജക്റ്റുകൾ വരുമ്പോൾ ഹാവിങ് എങ്ങനെ ചേർക്കാം എന്ന് നോക്കാം. രണ്ടും സെയിം സബ്ജക്റ്റുകൾ ആയിരിക്കുമ്പോഴാണ് നമ്മൾ ആദ്യത്തെ സബ്ജക്റ്റ് ഒഴിവാക്കിയത്. ഇവിടെ നമുക്ക് ആദ്യത്തെ സബ്ജക്റ്റ് ഒഴിവാക്കാൻ നിർവാഹമില്ല. കാരണം രണ്ടും വ്യത്യസ്ത ക്ലോസുകളും വ്യത്യസ്ത സബ്ജക്റ്റുകളും ഒക്കെയാണ്. അതിനാൽ ദ ഡോഗ് എന്നുള്ളത് അതുപോലെ നമ്മൾ റിപ്പീറ്റ് ചെയ്യും. ഹാസ് എന്ന വാക്കിന് പകരമാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഹാസ്, ഹാവ്, ഹാഡ് എന്നിവയ്ക്ക് പകരമാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഹാവിങ് ഉപയോഗിക്കുന്നത്. അതിനാൽ ദ ഡോഗ് എന്നുള്ളത് അതുപോലെ നമ്മൾ താഴേക്ക് എഴുതും. ഹാസിന് പകരം ഹാവിങ് എഴുതും. ബാർക്ക് എന്നുള്ളതിൻ്റെ തേർഡ് ഫോം ബാർക്ക്ഡ് എന്ന് തന്നെയാണ്, അതും അതുപോലെ തന്നെ എഴുതും. ഫുൾ സ്റ്റോപ്പ് ഒഴിവാക്കും, പകരം കോമയാക്കും. സോ ദെൻ ഹെൻസ് എന്നിവ ഹാവിങ് ചേർത്ത് വരുന്ന സെന്റൻസിൽ എഴുതാൻ പാടുള്ളതല്ല. അതിനാൽ ദെൻ ഒഴിവാക്കും. ബാക്കി പോർഷൻ നമ്മൾ അതുപോലെ എഴുതും. ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. രണ്ടും ഒരേ സബ്ജക്റ്റിലാണെങ്കിൽ ഹാവിങ് ആദ്യം വരും. വ്യത്യസ്ത സബ്ജക്റ്റുകളാണെങ്കിൽ ആദ്യ സബ്ജക്റ്റിന് ശേഷമുള്ള ഹാസ്, ഹാവ്, ഹാഡ് ഒഴിവാക്കി അതിന് പകരം ഹാവിങ് എഴുതും. ബാക്കി ഹാവിങ്ങിന് ശേഷമുള്ള വെർബിന്റെ തേർഡ് ഫോമും സോ ദെൻ ഹെൻസ് ഒഴിവാക്കണമെന്നുള്ള മറ്റ് നിയമങ്ങളെല്ലാം പഴയ നിയമങ്ങൾ എങ്ങനെയാണോ അതുതന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇനി നമുക്ക് അതിൻ്റെ ആൻസർ എഴുതാം. ഇപ്പോൾ നമ്മൾ അതിൻ്റെ ആൻസർ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഡിഫറെൻറ്റ് സബ്ജക്റ്റ് ആയതിനാൽ ദ ഡോഗ്, വി, ഇങ്ങനെ രണ്ട് ഡിഫറെൻറ്റ് സബ്ജക്റ്റ് ആയതിനാൽ ആദ്യ സബ്ജക്റ്റ് നമ്മൾ അതുപോലെ ഇവിടെ എഴുതി. ഹാസിന് പകരം ഹാസ്, ഹാവ്, ഹാഡ് എന്നിവയ്ക്ക് പകരമാണ് ഹാവിങ് എഴുതി. വെർബിന്റെ തേർഡ് ഫോം നമ്മൾ അതുപോലെ എഴുതി. ദെൻ എന്നുള്ള പദവും സോ, ഹെൻസ് എന്നിവ ഒഴിവാക്കി ബാക്കി പോർഷൻ നമ്മളൊരു കോമ ഇട്ടുകൊണ്ട് അവിടെ എഴുതി. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സ്കൂൾ ലെവലിൽ ഇങ്ങനെ ഒരു സെന്റൻസ് തന്ന് അതിനെ റീറൈറ്റ് ചെയ്യാനാണോ PSCക്ക് ചോദിക്കുക? അല്ല, PSCക്ക് ചോദിക്കുന്നത് ഹാവിങ് എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് വ്യത്യസ്തമായ 4 സെന്റൻസുകൾ തന്നിട്ട് ഇതിലേതിൻ്റെ പാറ്റേൺ ആണ് ശരി എന്നതായിരിക്കും ചോദിക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കറക്റ്റ് വൺ, അല്ലെങ്കിൽ കറക്റ്റ് സെന്റൻസ്, അല്ലെങ്കിൽ ഐഡന്റിഫൈ ദ എറർ, അല്ലെങ്കിൽ സ്പോട്ട് ദ എറർ എന്നായിരിക്കും. അപ്പോൾ വ്യത്യസ്ത സബ്ജക്റ്റുകൾ വരുമ്പോൾ ഹാവിങ് എന്ന് വരുന്നത് രണ്ടാമതാണെന്നും ആദ്യ സബ്ജക്റ്റിന് ശേഷമാണെന്ന് ഓർക്കണം. കഴിഞ്ഞ ചോദ്യത്തിലെ ഈ ഹാവിങ് തുടക്കത്തിൽ ചേർത്ത് നിങ്ങൾ ഓർക്കണം. സോ ദെൻ ഹെൻസ് എന്നിവ ഒഴിവാക്കുന്ന കാര്യം ഓർക്കണം. അതിനാൽ ഇനി നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് പോകാം. ഹാവിങ് തന്നെ ഉപയോഗിച്ചുകൊണ്ട് ചേർക്കുന്ന മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം. നിങ്ങൾക്കുള്ള എക്സർസൈസ് ഇതിന് ശേഷം വരുന്നുണ്ട്. നമുക്ക് പുതിയൊരു ചോദ്യം പരിശോധിക്കാം. ഈ ചോദ്യത്തിൽ എന്താണ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ, സാധാരണ ഹാവിങ് നമ്മൾ ചേർക്കുക ഹാസ്, ഹാവ്, ഹാഡ് ഈ വാക്കുകൾക്ക് പകരമായിട്ടാണ്. എന്നാൽ ഈ ചോദ്യത്തിലാണെങ്കിൽ ഹാസ്, ഹാവ്, ഹാഡ് എന്ന വാക്കില്ല. അത്തരം സാഹചര്യങ്ങളിൽ ആ ഒരു ഹാസ്, ഹാവ്, ഹാഡ് ഇല്ല എന്ന ഒരു കാരണത്താൽ നമുക്ക് ഹാവിങ് ചേർക്കുന്നതിന് അതൊരു തടസ്സമാവില്ല. ശിഖ എന്ന ഒരു സബ്ജക്റ്റ്, ഷീ എന്ന വേറെ സബ്ജക്റ്റ്. ശിഖ സ എ സ്നേക്ക്, ശിഖ ഒരു പാമ്പിനെ കണ്ടു, അതുകൊണ്ട് അവൾ ഉച്ചത്തിൽ കരഞ്ഞു. അപ്പൊ പിന്നെ ശിഖയും ഈ ഷീയും ഒരേ ആൾ തന്നെയാണ്. അതിനാൽ നമുക്ക് ഇവിടെ ഒരേ സബ്ജക്റ്റ് ആണെങ്കിൽ ആദ്യ സബ്ജക്റ്റ് ഒഴിവാക്കാം എന്നല്ലേ പറഞ്ഞത്. അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? ഹാവിങ് എന്ന് ചേർക്കാം. ഹാവിങ് എന്ന പദം ആദ്യം എഴുതുന്നു, ശിഖ എന്ന പദം ഒഴിവാക്കുന്നു. കാരണം രണ്ടിനും ഒരേ സബ്ജക്റ്റാണ്.
ക്ലിയർ അല്ലേ? നോക്കൂ, ശിഖയും ഷിയും ഒരേ സബ്ജക്റ്റാണ്. അതിനാൽ സെയിം സബ്ജക്റ്റുകളായതിനാൽ നമുക്ക് ഹാവിങ് തുടക്കത്തിൽ ചേർക്കാം. ഹാവിങ്, പിന്നെ ഹാസ്, ഹാവ്, ഹാഡ് ഒന്നുമില്ല. തന്നിരിക്കും ഹാവിങ്ങിന് ശേഷം വെർബിൻ്റെ തേർഡ് ഫോം ചേർക്കണം, അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ചേർക്കണം. അപ്പോൾ സ എന്ന വാക്കിൻ്റെ തേർഡ് ഫോം സീൻ, എ സ്നേക്ക്. അപ്പോൾ ഹാവിങ് ചേർത്തു, സീൻ ചേർത്തു. സായുടെ തേർഡ് ഫോം ചേർക്കാൻ കാരണം ഹാവിങ്ങിന് ശേഷം തേർഡ് ഫോം ആണ് ചേർക്കുക. ശിഖ എന്ന വാക്ക് ഒഴിവാക്കാൻ കാരണം സെയിം സബ്ജക്റ്റ് ആണ്. അപ്പോൾ ഹാവിങ് സീൻ എ സ്നേക്ക്, ഒരു പാമ്പിനെ കണ്ടതിനാൽ. പിന്നെ നമുക്ക് ഈ ഷീ ഇവിടെ എഴുതണോ ശിഖ എഴുതണോ എന്നാണ്. കാരണം ഇവർ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് ശിഖയാണ് പാമ്പിനെ കണ്ടതെന്ന്, അതുകൊണ്ട് അവൾ കരഞ്ഞു എന്നാണ്. അപ്പോൾ പാമ്പിനെ കണ്ടതിനാൽ കരഞ്ഞതാരാണെന്ന് വ്യക്തമാക്കേണ്ടതിനാൽ തുടക്കത്തിലുള്ള സബ്ജക്റ്റ്, അതായത് അതൊരു പ്രോപ്പർ നൗൺ ആണെങ്കിൽ അത് ഈ രണ്ടാമത് എഴുതണം. അപ്പോൾ ഇവിടെ ഷീ എഴുതിയാൽ വല്ല പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും. ഷീ എഴുതിയാൽ ഗ്രാമർ തെറ്റില്ലെങ്കിലും ആരാണ് കരഞ്ഞത്, ആരാണ് പാമ്പിനെ കണ്ടത് എന്ന ഒരു സംശയം നമുക്കുണ്ടാവും. അതിനാൽ ഈ പ്രോപ്പർ നൗൺ ഇവിടെ ചേർക്കണമെന്നത് വ്യക്തമായി ഓർക്കുക. അപ്പം നിങ്ങൾക്ക് വേറൊരു സംശയം മനസ്സിൽ വരും, ഈ ശിഖ എന്ന വാക്യം വേറെ ഇവിടെയും ഷീ ആണെങ്കിലോ? അപ്പോൾ പിന്നെ രണ്ടും കോമൺ നൗൺ ആയി കഴിഞ്ഞു, ഷീ എന്നത്. അപ്പോൾ നമുക്ക് ഇവിടെയും ഷീ എന്ന് മതി. ഇത്ര നേരം ഡിസ്കസ് ചെയ്ത ഹാവിങ് എന്ന പെർഫെക്റ്റ് പാർട്ടിസിപ്പിളിനെ കുറിച്ച്, ഇതിന് മുൻപ് ചോദിച്ച ഒരു ചോദ്യത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. 4 ഹാവിങ് എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് 4 സെൻറ്റൻസ് തന്നിരിക്കുന്നു. എന്നതിന് ശേഷം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് എന്നാണ് അവരുടെ ചോദ്യം. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ. ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഹാവിങ് എന്ന വാക്ക് വരുമ്പോൾ സോ, ദെൻ, ഹെൻസ് എന്നീ വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല. അതിനാൽ ഈ ഒന്നാമത്തെ ചോയ്സിൽ നമുക്ക് സോ എന്ന വാക്ക് കാണാം. അപ്പോൾ ഇത് തെറ്റാണെന്നും നമുക്ക് മനസ്സിലാക്കാം. ഹാവിങ് ഉപയോഗിച്ച് വരുന്ന ഒരു സെന്റൻസിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒരു വാക്കാണല്ലോ സോ. അപ്പോൾ സോ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ 2 സബ്ജക്റ്റ് ഒരേതാണെങ്കിൽ അവ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ നോക്കൂ, വി എന്ന വാക്ക്, വി എന്ന വാക്ക് 2 സെയിം സബ്ജക്റ്റുകൾ ഉപയോഗിച്ചിരിക്കുന്നു. അതിനാൽ അതും തെറ്റാണ്. ശരിയല്ലേ? ഇനി ഈ 2 ചോയ്സുകളിലേക്ക് നമ്മൾ ചുരുങ്ങി. ശ്രദ്ധിക്കണം, ഇവിടെ എല്ലാത്തിലും എന്താ പറഞ്ഞിട്ടുള്ളത്? നന്നായി പഠിച്ചിട്ടുണ്ടായിരുന്നതിനാൽ ഞങ്ങൾക്ക് എക്സാം പാസ്സാകാൻ കഴിഞ്ഞു. അപ്പോൾ പഠിച്ചതും ഈ വി എന്ന ഞങ്ങൾ തന്നെയാണ്, പാസ്സായതും ഞങ്ങൾ തന്നെയാണ്. രണ്ടും സെയിം സബ്ജക്റ്റാണ്. അത്തരം സാഹചര്യങ്ങളിൽ ആദ്യത്തെ സബ്ജക്റ്റ് ഒഴിവാക്കണം. അപ്പോൾ ഇവിടെ രണ്ട് സ്ഥലത്തും സി എന്ന ചോയ്സിലും ഡി എന്ന ചോയ്സിലും ആദ്യത്തെ സബ്ജക്റ്റ് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി ഈ 2 ചോദ്യങ്ങൾ നന്നായി ശ്രദ്ധിക്കൂ. നന്നായി പഠിച്ചിട്ടുണ്ടായിരുന്നതിനാൽ ഞങ്ങൾ പാസ്സായി. ഇവിടെ നോക്കൂ, നന്നായി പാസ്സായിട്ടുണ്ടായിരുന്നതിനാൽ ഹാവിങ് പാസ്ഡ് ദ എക്സാം. നന്നായി പാസ്സായിട്ടുണ്ടായിരുന്നതിനാൽ ഞങ്ങൾ നന്നായി പഠിച്ചു, അങ്ങനെ വരികയില്ല. അത് ഒരു കാരണവശാലും അർത്ഥത്തിന് മാച്ചാവുകയില്ല. നന്നായി പഠിച്ചിട്ടുണ്ടായിരുന്നതിനാൽ ഹാവിങ് സ്റ്റഡീഡ് വെൽ വി പാസ്ഡ് ദ എക്സാം. അപ്പോൾ പഠിച്ചു എന്നതാണ് പാസ്സാകുന്നതിന് കാരണമായിട്ടുള്ളത്. പാസ്സാകുന്നതിന് മുൻപാണ് പഠിക്കുന്നത്. അതിനാൽ സി എന്ന ചോയ്സാണ് ഉത്തരമായി വരിക എന്ന് നമുക്ക് നിസ്സംശയം പറയാം. പൂർണ്ണമായി നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി 2000-ലധികം ഗണിതവും മലയാള വ്യാകരണവും ഇംഗ്ലീഷ് ഗ്രാമറും ഉൾപ്പെടുത്തിക്കൊണ്ട് 2000-ലധികം വീഡിയോകൾ ഞങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. തുടർന്നും ഇത്തരം വീഡിയോസ് ലഭിക്കുന്നതിനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിൽ അറിയിക്കുക.